ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമുക്ക് നാടൻ വിഭവങ്ങൾ കൊണ്ടുള്ള കറിക്കൂട്ടുകൾ എങ്ങനെയൊക്കെയാണ് തയ്യാറാക്കാമെന്ന് ഒന്ന് നോക്കാം. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ ചക്കയുടെ കുരുവാണ്. ആ കുരു തൊലി കളഞ്ഞ് വേവിച്ച് അത് മുളകിട്ടത് എങ്ങനെയാണ് തയ്യാറാക്കുക നമുക്കൊന്ന് നോക്കാം. ഒരു ഇടത്തരം വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുക് വറുക്കുക. കടുക് ഇട്ട ശേഷം ഉലുവ വറുക്കുക. ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, കറിവേപ്പില എന്നിവ ഇട്ടിട്ട് വഴറ്റി കൊടുക്കുക. അതൊന്ന് വഴന്നാൽ ശേഷം ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് സവാള വഴന്ന് കിട്ടും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ അതൊന്ന് ഇടത്തരം പാകത്തിൽ വഴന്നു കഴിഞ്ഞാൽ അതിലേക്ക് വെളുത്തുള്ളി അല്ലികൾ കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതൊന്ന് അത്യാവശ്യം പാകത്തിൽ വഴന്ന് വന്നു കഴിഞ്ഞാൽ ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് തിരുമ്മി ഒന്ന് ഉടച്ച ശേഷം ചേർത്ത് കൊടുക്കുക. ഇവയെല്ലാം കൂടിയിട്ട് വഴന്ന് പാകമായി കഴിഞ്ഞാൽ നമുക്കിനി മസാലപ്പൊടി ചേർക്കാം. അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, സ്വല്പം മല്ലിപ്പൊടി എന്നിവ ചേർക്കുക. ഇവയെല്ലാം ചേർത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കുക. അത് പാകമായി ഏകദേശം നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പുളി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അല്പം വെള്ളം കൂടി ഒഴിച്ച് ഒരു ഗ്രേവി പരുവത്തിലാക്കിയ ശേഷം അതിലേക്ക് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചക്കക്കുരു ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പും ചേർത്ത് അല്പം കൂടെ അത് ചക്കക്കുരു വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. വെള്ളം പാകത്തിനായെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് ചട്ടി ഒരടപ്പ് വെച്ച് മൂടി വെച്ച് നന്നായി തിളച്ച് വേവിക്കുക. കറി തിളച്ച് ചക്കക്കുരുവിൽ ഉപ്പും മസാലകളെല്ലാം പിടിച്ച് പാകത്തിന് വേവായെന്ന് കണ്ടു കഴിഞ്ഞാൽ കറി അടുപ്പിൽ നിന്ന് വാങ്ങിയേക്കാം. അടുത്തത് നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള മാമ്പഴം കൊണ്ടാണ് നമ്മളൊന്ന് പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. എന്നാൽ കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞ് മാറ്റി വെക്കുക. ഒരു ചട്ടി എടുത്ത് അതിലേക്ക് നമ്മുടെ മാങ്ങ ഇട്ട ശേഷം അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കറിവേപ്പില എന്നിവ ഇട്ടിട്ട് അല്പം വെള്ളം കൂടി ചേർത്ത് ഇവ നന്നായി മിക്സ് ചെയ്ത ശേഷം വിറകടുപ്പിൽ വേവിക്കാൻ വെക്കാം. ശേഷം ഇതിലേക്കുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അരപ്പ് തയ്യാറാക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങ ചിരവിയത്, അല്പം നല്ല ജീരകം, പച്ചമുളക്, വെളുത്തുള്ളി 2-3 അല്ലി, പിന്നെ ഒന്നുകിൽ സവാള കുറച്ച് അരിഞ്ഞ പീസ്, അല്ലെങ്കിൽ 1-2 ചുവന്നുള്ളി. അത് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവയെല്ലാം കൂടി മിക്സിയിൽ നന്നായി അരച്ചെടുക്കും. നന്നായി അരച്ച ഈ അരപ്പ് പാകത്തിന് വെന്തുടഞ്ഞ മാങ്ങയിലേക്ക് ചേർത്ത് നന്നായി ഇളക്കാം. തിളപ്പിക്കാൻ വെക്കണം. ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ അതിലേക്ക് നല്ല കട്ടയായ തൈര് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചൂടാവാൻ വെക്കണം. അതിലേക്ക് നമുക്ക് അല്പം ഉലുവ ജസ്റ്റ് ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്ത പൊടി മുകളിൽ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ജസ്റ്റ് ഒരു വറവിട്ട് കൊടുക്കാം. എണ്ണ ചൂടാക്കി അതിലേക്ക് കടുക്, കറിവേപ്പില, നമുക്ക് ചുവന്നുള്ളി അല്ലെങ്കിൽ സവാള, അതിലേക്ക് അല്പം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. ജസ്റ്റ് നമുക്ക് വറവിനൊരു ടേസ്റ്റ് മാമ്പഴ പുളിശ്ശേരിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർക്ക് അത് ഇട്ടാൽ മതി. അതും ചേർത്ത് കൊടുത്താൽ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി തയ്യാറായി. അടുത്തത് നമ്മുടെ നാടൻ മുരിങ്ങയില കൊണ്ടൊരു ചെറിയ തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കണേ. എണ്ണ ചൂടാക്കി അതിലേക്ക് കടുക് വറുത്ത ശേഷം തേങ്ങ ചിരവിയത്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, ചെറിയ ഉള്ളി ഇവയെല്ലാം കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് മുരിങ്ങയിലയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കുക. ഇനി നമുക്ക് ചോറ് വിളമ്പാം. ചോറിൻ്റെ ഒപ്പം മാമ്പഴ പുളിശ്ശേരി, ചക്കക്കുരു മുളകിട്ടത്, മുരിങ്ങയില തോരൻ, പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ അച്ചാറിൻ്റെ റെസിപ്പി നമുക്ക് വേറൊരു വീഡിയോയിൽ നമുക്ക് കാണിക്കാം. പിന്നെ കാന്താരി മുളക് സോക്കയിലിട്ടത് എല്ലാം കൂടിയിട്ട് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടവർ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു കുക്കിംഗ് വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നത്. ഇതുവരെ ക്രാഫ്റ്റ് വീഡിയോസും ഷോർട്സൊക്കെയാണ് ചെയ്തിരുന്നത്. ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു കുക്കിംഗ് വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇഷ്ടപ്പെട്ടവർ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.
നമുക്ക് വേറെ ഐറ്റംസുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.